നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിൽക്കവിടെ. എല്ലാവരെയും നാണം കെടുത്തി അവമാനിച്ചിട്ട് നീ എവിടേക്കാ പോകുന്നത്? മാണിക്യമംഗലത്തുകാരുടെ മുന്നിൽ മംഗലശ്ശേരിക്കാരെ ഒന്നടങ്കുകൊണ്ട് നിർത്തി നീ നാണം കെടുത്തിയില്ലേ? ഞാനാണോ അത് ചെയ്തത്? നീ അല്ലാതെ പിന്നെ ആരാടി? ഞാൻ എന്തെങ്കിലും പറഞ്ഞതായി നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഏതോ ഒരു വക്കീലിനെ ഭീഷണിപ്പെടുത്തി ഒരു കഥ പറയിച്ചാൽ അത് സത്യമാവോ? ദിനേശനും പിന്നെ ഇവളും കൂടെ ചേർന്നല്ലേ അത് ചെയ്യിച്ചത്? അമ്മൂനെ എങ്ങനെ അതിന് കൂട്ടുപിടിക്കാനാവും കവിത? കഥ അറിയാതെ വേഷം കെട്ടി ആടുന്നവളായി ശ്രീദേവി. പ്ലീസ് മിണ്ടാതിരിക്കെ. അഡ്വക്കേറ്റ് പറഞ്ഞതൊക്കെ സത്യമാ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അയാളോട് ചോദിച്ചു നോക്കാം. ഞാനൊരു വക്കീലിനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു എന്നാ കവിത ആരോപിക്കുന്നത്. അത് നിയമം പഠിച്ചവനോട്. ഇനി മംഗലശ്ശേരിയിൽ നീ ഉണ്ടാവാൻ പാടില്ല. നിനക്കവിടെ നിന്നിറങ്ങാം. നിന്റേതായിട്ടുള്ളതെല്ലാം എടുത്തോണ്ട് എന്റെ വീട് ഒഴിഞ്ഞു തരണം. അതിപ്പ വേണം. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടി. വേണ്ട മുത്തശ്ശ, അങ്ങനെയൊന്നും പറയരുത്. കവിത ചേച്ചി ഇറക്കി വിടരുത്. ഇനി ഇവളെ ഇവിടെ വെച്ച് വഴിക്കാൻ പറ്റില്ല. മുത്തശ്ശൻ കവിതച്ചോട് ക്ഷമിക്കണം. ഈ വീട്ടിൽ നിന്ന് ആരും പുറത്താക്കരുത് മുത്തശ്ശ. നീ കുറെ ദ്രോഹിച്ചിട്ടും ഇവള് പറയുന്നത് കേട്ടില്ലേ? ഇനി എന്നാടി നീ ഒരു സ്ത്രീയാവുന്നത്? ചേച്ചി, ചേച്ചി ഒന്ന്. ചേച്ചി, എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. നീ പോക്കോ. വാ. വാ അമ്മേ, വാ. വിഷമിക്കാതെ അമ്മേ. വിഷപ്പാമ്പിനെയാണല്ലോ ഇത്രയും നാള് ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നത്. ആ വിഷപ്പാമ്പ് തന്നെ. അവളെ എത്ര നാൾ ഒഴിച്ചു നിർത്താൻ പറ്റും ഏട്ടന്? ഏട്ടൻ ഫോൺ കട്ട് ചെയ്യരുതായിരുന്നു. അവക്ക് എന്താ പറയാനുള്ളേന്ന് കേക്കണ്ടേ?
ദേ, അവളുടെ ശബ്ദം പോലും എനിക്ക് കേൾക്കണ്ട. കവിത തന്നെ ആവും. ഏട്ടൻ ഫോൺ എടുക്ക്. ഇനി നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ഗൗതത്തിന് എന്നെയാണോ വിശ്വാസം? വേറെ ഏതോ മദ്യപാനിയായ വക്കീലിനാണോ? അയാളെ ഉപദ്രവിച്ച് പറഞ്ഞു കൊടുത്തത് ആവർത്തിച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതെ പോയോ? അയാള് പേരെടുത്തൊരു വക്കീലായതുകൊണ്ടാ ഞാൻ വിശ്വസിച്ചത്. അത് മാത്രമല്ല, കിച്ചന്റെ അമ്മയെ ബന്ദിയാക്കി നീ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് മറന്നുകളയണ്ട. അത് മംഗലശ്ശേരിയിലുള്ളവരെ കണ്ടിരുന്നെങ്കിൽ അമ്മു സഞ്ജുവിന്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കുന്നല്ലേ നീ പറഞ്ഞത്? ആ, അതുപോലെ ഞാനും അതങ്ങ് വിശ്വസിച്ചൊന്ന് നീ കൂട്ടിക്കോ. ഗൗതം, ആ ദിനേശിനും അമ്മും കൂടെ ചേർന്നുള്ള ഒത്തുകളിയത്. ഗൗതം, ഇതൊന്നും വിശ്വസിക്കരുത് പ്ലീസ്. അമ്മൂനെ നിന്റെ വാക്ക് കേട്ട് കുറെ ദ്രോഹിച്ചവനാ ഞാൻ. പല വട്ടം അവളെ കൊന്നുകളയാൻ പോലും ഞാൻ ശ്രമിച്ചു. എന്നിട്ട് അവള് മാലാഖയെ പോലെ വന്ന് നിന്റെ കയ്യിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ മാത്രമല്ല, എന്റെ അമ്മയുടെയും ജീവനും ജീവിതവും രക്ഷിച്ചത് അവളാ. ഇനി മുതല് അമ്മ എനിക്ക് എന്റെ മോളെ പോലെയാ. അവളെപ്പറ്റി നീ എന്തെങ്കിലും പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. നിങ്ങളോട് എനിക്ക് സഹതാപ തോന്നുന്നു. എന്നെ താലി കിട്ടിയ പുരുഷനെ ഞാൻ എന്തിനാ കൊല്ലുന്നേ? അതെങ്കിലും നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. നിനക്ക് വേണ്ടത് ഭർത്താവിനെ അല്ല, ഒരു മനുഷ്യന്റെയും താഴെ നീ നിൽക്കില്ല. നിനക്ക് ഭർത്താവിനെ വേണമായിരുന്നെങ്കിൽ നീ ഞാൻ എന്നെ ഒന്നിച്ച് ജീവിച്ചേനെ. സ്വന്തം സഹോദരനെ കൊല്ലാൻ മനസ്സ് വന്ന നിനക്ക് എന്നെ കൊല്ലാനാണോ മനസ്സ് വരാത്തത്? ദേ, എല്ലാം ഇതോടെ അവസാനിച്ചു. എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി. ഗൗതം, ഹലോ. ശ്ശേ. ഏട്ടന് അവളെ അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഞാൻ ഒഴിവാക്കിയതല്ലേ? ഇന്ന് നടക്കാനിരുന്നത് മംഗലശ്ശേരിക്കാരെയും നാട്ടുകാരെയും വിശ്വസിപ്പിക്കാൻ നടത്തുന്ന ഒരു ചടങ്ങ് മാത്രം. നിയമപരമായി നിങ്ങൾ വിവാഹിതരാ. കവിത നിയമ നടപടിക്ക് തുനിഞ്ഞാൽ ഏട്ടന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്ത് വിലയാ ഞാൻ കൊടുക്കേണ്ടത്? ജീവനാംശമോ? ഗൗതത്തിന് ഒന്ന് തൊടാൻ പോലും കിട്ടിയിട്ട് വേണ്ടേ? ദേ, സ്വന്തമായിട്ടൊരു മേൽവിലാസം പോലും എനിക്കില്ല. അവളെ അനുഭവിപ്പിച്ചിട്ട് ഞാൻ പോവും. വിശ്വാസവഞ്ചനയോളം വലിയ വഞ്ചന വേറെ ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.